കർണാടകയിലെ കർക്കലയിലുള്ള ചതുർമുഖ ജൈനക്ഷേത്രം. സന്താര രാജവംശത്തിലെ ഇമ്മാടി ഐരരസ ഓടയ 16-ാം നൂറ്റാണ്ടിൽ പണികഴിപ്പിച്ചതാണ് ഇത്. ജൈനമതത്തിലെ വിശുദ്ധ സന്യാസികളായ 24 തീർത്ഥങ്കരന്മാരിൽ 18-ാമനായ ആരനാഥ, 19-ാമനായ മല്ലിനാഥ, 20-ാമനായ മുനിസുവരത എന്നിവരുടെ പ്രതിമകളാണ് ഇവിടെയുള്ളത്. ഈ കാണുന്നത് പോലെ അകത്ത് 4 വശങ്ങളിലേക്കും പ്രതിഷ്ഠയുണ്ട്. വലിയ ഗ്രാനൈറ്റ് കല്ലുകൾ അടുക്കി നിർമ്മിച്ചതാണ് ഈ ക്ഷേത്രം. നാല് വശങ്ങളിൽ നിന്ന് നോക്കിയാലും ഒരുപോലെ തോന്നിക്കും എന്നതാണ് ഇതിൻ്റെ പ്രത്യേകത. മേൽക്കൂരയിൽ സിമെന്റോ മറ്റു വസ്തുക്കളോ ഇല്ലാതെ വെറുതെ കല്ലുകൾ നിരത്തിയാണ് നിർമ്മിച്ചിരിക്കുന്നതെന്ന് ക്ഷേത്രത്തിന്റെ ചുമതലയുള്ള പൂജാരി വിശദീകരിച്ചു. നൂറ്റിയെട്ട് തൂണുകളിലാണ് ഇതിന്റെ നിർമ്മിതി. തൂണുകളെല്ലാം തന്നെ ഒറ്റക്കല്ലിലാണ് നിർമ്മിച്ചിരിക്കുന്നത്. തിരിച്ചറിയാൻ പറ്റാത്ത വിധം ഒരുപോലെയുള്ള 4 വശങ്ങളാണ് ഇതിനുള്ളതെന്ന് ചുറ്റി നടന്ന് കണ്ടതോടെ ബോധ്യമായി. ദൂരെയുള്ള മലമുകളിൽ കാണുന്നതാണ് ഗോമതേശ്വരൻ അഥവാ ബാഹുബലിയുടെ പ്രതിമ. ഒരോട്ടോ വിളിച്ചു. കുറേയേറെ പടികളുള്ള സ്ഥലത്തെത്തിയപ്പോൾ അയാൾ എന്തോ ചോദിച്ചു. ഇവിടെ തന്നെ എന്ന് പറഞ്ഞ് ഞങ്ങൾ അവിടെ ഇറങ്ങി. 3/4 ഭാഗവും കയറി തിരിഞ്ഞു നോക്കി. ദൂരെ ചതുർമുഖ ക്ഷേത്രം കാണാം. 200-നടുത്ത് പടികൾ ചവിട്ടി മുകളിലെത്തിയപ്പോഴാണ് അബദ്ധം മനസ്സിലായത്. പുറകിൽ കൂടിയുള്ള വഴിയെ മുകളിൽ വരെ വണ്ടി ചെല്ലുമായിരുന്നു. ലോകത്തിലെ തന്നെ 2ാമത്തെ വലിയ ബാഹുബലി പ്രതിമയാണിത്. ഒന്നാം സ്ഥാനം കർണാടകയിലെ തന്നെ ശ്രാവണബെലഗോളയിലെ 57 അടിയുള്ള പ്രതിമയ്ക്കാണ്. ഇതിന്റെ ഉയരം 42 അടിയാണ്. ഇരുപത്തിനാല് തീർത്ഥങ്കരന്മാരുടെ ചെറിയ ശില്പങ്ങൾ സമീപത്തായി കാണാം. ഒറ്റക്കല്ലിൽ കൊത്തിയെടുത്ത ഈ ശില്പം 1432-ൽ സന്താര രാജവംശത്തിലെ വീരപാണ്ഡ്യ വടയാർ പണികഴിപ്പിച്ചതാണ്. സന്താര രാജവംശം കർണാടകയിലെ തീരപ്രദേശങ്ങളായ കലസ, കർക്കല എന്നിവിടങ്ങൾ ഭരിച്ചിരുന്നവരാണ്. ജൈനമതസ്ഥരായതിനാൽ ഒട്ടേറെ ജൈന നിർമ്മിതികൾ ഈ സ്ഥലങ്ങളിൽ അവർ പണികഴിപ്പിച്ചിട്ടുണ്ട്. മാംഗ്ലൂരിൽ നിന്നും 65 കിലോമീറ്റർ ദൂരമുണ്ട് കർക്കല സ്റ്റാൻഡിലേക്ക്. അവിടുന്ന് 2 കിലോമീറ്റർ ദൂരമുണ്ട് ഇവിടേക്ക് എത്തിച്ചേരാൻ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തും സഹായിക്കുക.